الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم بتقوى الله أولا بنفسي وإياكم. فقال الله تبارك وتعالى: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. فقال نبينا محمد صلى الله عليه وسلم: إنه ليس بشيء يتقربكم إلى الجنة إلا ما أمرتكم به. فقال أيضا صلى الله عليه وسلم: من تشبه بقوم فهو منه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് അവന് തൃപ്തിപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് ഈമാനോടുകൂടി മരണപ്പെടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നാമേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ എല്ലാ പാപത്തെയും കരുണയുള്ള തമ്പുരാൻ പരിപൂർണമായി മാപ്പ് നൽകുന്നവരിൽ നാമേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആദ്യമായി ഞാൻ എന്നോടും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. ഊസീകും ബിതഖ്വല്ലാഹി അവ്വലൻ ബിനഫ്സി വഇയ്യാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാം ഓരോരുത്തരുമായി എത്രത്തോളം വേണ്ടപ്പെട്ടതാണെന്നും നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ പ്രവാചകനുമായി എത്രത്തോളം ബന്ധം സ്ഥാപിക്കണമെന്നുമൊക്കെ കഴിഞ്ഞ ആഴ്ച ചെറിയ രീതിയിൽ നാം വിശദീകരിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റി നിർത്തിയിട്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ ഒരു സുബ്ഹാനല്ലാഹ് പോലും അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജനനം മുതൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സമുദായത്തിൻ്റെ ഇടയിൽ ഭൂമിയിൽ വിശാലമായ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ടിരുന്നു. അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങിയതായ പ്രബോധനത്തിന്റെ മനുഷ്യരാശിയെ സൃഷ്ടിച്ചു. ആ മനുഷ്യരെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനായിട്ട് നിയോഗിച്ചതായ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായ അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാലഘട്ടങ്ങളിൽ ഒരു പ്രവാചകന് ശേഷം അടുത്ത പ്രവാചകൻ നിയോഗിക്കപ്പെടുന്നതിൻ്റെ കാലതാമസത്തേക്കാൾ ഒരുപാട് താമസം അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിയോഗിക്കപ്പെടുന്നതിൻ്റെ ഇടയിലുണ്ടായിരുന്നു.
മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന് ശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് അവസാനത്തെ പ്രവാചകനെ നിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലഘട്ടത്തിലെ വേദം നൽകപ്പെട്ട അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും നുബൂവത്ത് നൽകപ്പെട്ട മുഴുവൻ സമുദായവും അവസാനത്തെ ഒരു പ്രവാചകനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് അള്ളാഹു തആല അറേബ്യയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രവർത്തന ഫലമായി സജീവമായ ഒരു നാട്, വിശുദ്ധമായ കഅബ ഷരീഫ് അന്ന് നിർമ്മിച്ചു. ആ കഅബ ഷരീഫിലേക്ക് എല്ലാ വർഷവും ഹജ്ജിന് വേണ്ടി ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, ലോകത്ത് മുഴുവനും അന്ന് തന്നെ ചർച്ചയായ ഒരു നാടായിരുന്നു അറേബ്യ അല്ലെങ്കിൽ മക്ക. ആ മക്കയിൽ അബ്ദുൽ മുത്തലിബ് എന്ന ആ നാട്ടിലെ ഏറ്റവും പ്രാമാണികമായും ആ നാട്ടിലെ വ്യക്തിപരമായും കുടുംബപരമായും നല്ല സ്വാധീനമുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇമാറത്ത്, അറേബ്യയിൽ അല്ലെങ്കിൽ അറബി പദത്തിൽ പറഞ്ഞാൽ ഇമാറത്തിന് അർഹതപ്പെട്ടവർ, നേതൃത്വത്തിന് അർഹതപ്പെട്ടവർ ഞങ്ങളുടെ ഇടയിൽ ഖുറൈശികളായിരുന്നു. ആ ഖുറൈശികളിൽ ഏറ്റവും സാമർത്ഥ്യവും മിടുക്കുമൊക്കെ ഉണ്ടായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ള, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവ്, വിവാഹ പ്രായമെത്തിയപ്പോഴേക്കും തായിഫിൽ നിന്നും ആ നാട്ടിലെ ഏറ്റവും നല്ല കുടുംബമുണ്ടായിരുന്ന, ഏറ്റവും നല്ല സ്വഭാവമായിരുന്ന, നാട്ടുകാർക്കെല്ലാം നല്ല അഭിപ്രായമുണ്ടായിരുന്ന കുടുംബത്തിൽ നിന്നും അബ്ദുള്ളയെ കൊണ്ട് അബ്ദുൽ മുത്തലിബ് വിവാഹം കഴിപ്പിക്കുകയാ. ആമിന എന്നായിരുന്നു ആ വധുവിന്റെ പേര്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ വിവാഹത്തിന് ശേഷം മക്കയിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ധരിച്ച് ഏകദേശം കുറച്ചു മാസമായപ്പോഴേക്കും പിതാവായ അബ്ദുള്ള മരണപ്പെട്ടു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ യതീമായിരുന്നു. പ്രവാചകന്റെ പ്രിയപ്പെട്ട പിതാവ് നേരത്തെ മരണപ്പെട്ടിരുന്നു. ഏകദേശം 6 വയസ്സിനോട് അടുക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഉമ്മയും മരണപ്പെട്ടു. പിന്നീട് ആ ഉത്തരവാദിത്വം ഉപ്പയുടെ ഉപ്പയായിരുന്ന അബ്ദുള്ളയുടെ പിതാവായിരുന്ന അബ്ദുൽ മുത്തലിബിലേക്ക് നിക്ഷിപ്തമായി. അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച സ്ഥലം, അള്ളാഹുവിന്റെ പ്രവാചകനെ ജനിക്കാനായിട്ട് അള്ളാഹു തആല തീരുമാനിച്ച സ്ഥലം വിശുദ്ധമായ മക്കത്തുൽ മുക്കറമ. ഇന്ന് ഏകദേശം അതിന്റെ സ്പോട്ട് എന്ന് പറയുന്നത് വിശുദ്ധമായ ഹറമിൽ നിന്നും മസ്ജിദുൽ ഹറാമിൽ നിന്നും ഏകദേശം 300 മീറ്റർ മാറി ഒരു മക്തബത്തുൽ മക്കിയ എന്നു പേരുള്ള ഒരു മക്തബയുണ്ട്, ഒരു ലൈബ്രറി ഉണ്ട്, ഇസ്ലാമിക് ലൈബ്രറി. വിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ ഗ്രന്ഥങ്ങൾ വെച്ചിരിക്കുന്ന അതാണ് മക്തബയായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിക്കുന്ന സമയത്ത് ആ വീട്ടിലായിരുന്നു പ്രവാചകനെ ജനിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് എടുത്തു പറയാൻ കഴിയുന്ന പല സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ ഇടയിൽ വിശാലമായി പാടപ്പെടുന്ന, ഇന്ന് നമ്മളുടെ ഇടയിൽ വിശാലമായി ചർച്ച ചെയ്യപ്പെടുന്നത് പലപ്പോഴും അതിനകത്ത് പലതും കൂട്ടിയും കുറച്ചുമൊക്കെ പല രീതിയിലും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എന്താണെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനം ബൈഹഖി പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാര് സഹിഹായ റിവായത്തോടുകൂടി ചില സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനന സമയത്ത് ചില അത്ഭുതങ്ങൾ സംഭവിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു ഭൂമിയിലേക്ക് വീഴുന്നത് സുജൂദിലായി കൊണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് സുജൂദിലായിട്ടാണ്. രണ്ടാമത്തെ അത്ഭുതം, എല്ലാവരും, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതൽ അല്ലാഹു തആല സുന്നത്തായ പതിവാക്കിയിരുന്ന ചേലാകർമ്മം, സുന്നത്ത് ചെയ്യുക എന്ന് നമ്മുടെ നടയിൽ പറയും, അല്ലെങ്കിൽ മാർക്കം ചെയ്യുക എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചേലാകർമ്മം ചെയ്യപ്പെട്ട രീതിയിലായിരുന്നു ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ തന്നെ. അത് കണ്ടുനിന്ന കൂട്ടത്തിലുണ്ടായിരുന്നവർക്കെല്ലാം അപ്പോൾ തന്നെ വല്ലാതെ അത്ഭുതം തോന്നി, ഇതുവരെയും സംഭവിക്കാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗർഭം ധരിച്ചതു മുതൽ അവിടെ വല്ലാത്ത ചില സംഭവങ്ങളൊക്കെ സാധാരണയ്ക്ക് വിപരീതമായി ഉണ്ടായിട്ടുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്താണെങ്കിലും അവരുടെ ഇടയിൽ ചർച്ചയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിന്റെ പിതാവായിരുന്ന അബ്ദുൽ മുത്തലിബ് എടുത്തുകൊണ്ടുവന്ന് കഅബ ഷരീഫിന്റെ അടുക്കൽ വന്ന് തവാഫ് ചെയ്തു. എന്നിട്ട് പേരും വെച്ചു മുഹമ്മദ് എന്ന പേര്. അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാം, എനിക്ക് ആ സമയത്ത് അല്ലാഹു തആല തോന്നിപ്പിച്ചു നൽകി. അള്ളാഹുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന സമുദായം. പക്ഷെ ഒരു കുഴപ്പം മാത്രം, അതിനോടൊപ്പം മറ്റു പലതിനെയും അവർ ചേർത്തിരുന്നു. പ്രധാനപ്പെട്ട വിഷയം വരുമ്പോഴെല്ലാം അവർ അള്ളാഹുവിലേക്ക് തന്നെ തിരിയുമായിരുന്നു. പേര് വെച്ചതും മുഹമ്മദ്, സ്തുതിക്കപ്പെട്ടവൻ എന്ന പേരും വെച്ചു. ഇതുവരെയും അറബികളുടെ ഇടയിൽ ആരും വെച്ചിട്ടില്ലാത്ത ഒരു നാമം.
ബൈബിളിലും അല്ലെങ്കിൽ ഇഞ്ചീലിലും തൗറാത്തിലുമൊക്കെ അവസാനം ഒരു പ്രവാചകനെ നിയോഗിക്കപ്പെടാറുണ്ട്. ആ പ്രവാചകന്റെ പേര് അഹ്മദി എന്ന് പറയുന്നു. അഹ്മദി എന്ന പദത്തിൽ നിന്നുമാണ് മുഹമ്മദി എന്ന പദം രൂപീകരിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പല പേരുകളിൽ ഒരു പേര് അഹ്മദും എന്നാണ്. എന്താണെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്ത് ആ കഅബയിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളൊക്കെ തലകുത്തി വീണതായിട്ട് ചരിത്രത്തിൽ കാണാം. എന്താണെങ്കിലും ആ സമയത്ത് കുറെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നാം ആധികാരികമായി മനസ്സിലാക്കേണ്ട വളരെ പ്രാധാന്യമുള്ള വിഷയം ഇതിലേക്ക് അല്ലെങ്കിൽ ഈ സംഭവങ്ങളിലേക്ക് കടക്കാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നാം ഒരു പഠനം നടത്തിയാൽ പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളായിരുന്നു പ്രവാചകന്റെ ജീവിതം. അതിൽ ഒന്നാമത്തത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനം മുതൽ നുബൂവത്ത് വരെയുള്ള 40 വർഷക്കാലഘട്ടം. ഈ സംഭവ വികാസങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ പെടുന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ട് ആ ജനന സമയത്ത് അറേബ്യക്കാർ ഇതുവരെയും ഒരൊറ്റ പ്രാവശ്യം പോലും അണഞ്ഞു പോകാതെ അവരുടെ ഇടയിൽ നേർച്ച പോലെ അവരെ കത്തിജ്വലിപ്പിച്ചു കൊണ്ടിരുന്നതായ അവരെ ആരാധിച്ചു കൊണ്ടിരുന്നതായ വലിയ തീക്കുണ്ടാരം ആ സമയത്ത് അണഞ്ഞുപോയി. കൈസറിന്റെയും കിസറയുടെയും ഒക്കെ കോട്ടകൾ വല്ലാതെ പ്രകമ്പനം കൊള്ളതായിട്ട് ചരിത്രത്തിൽ കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന പല സംഭവങ്ങളും നമുക്ക് ചരിത്രത്തിൽ കാണാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനന സമയത്തുള്ള പല സംഭവങ്ങളും ചരിത്രത്തിൽ കാണാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനത്തിന് ശേഷം 40 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ നടന്ന പല സംഭവങ്ങളും സാധാരണയ്ക്ക് വിപരീതമായത് ചരിത്രത്തിൽ കാണാൻ കഴിയും. നുബൂവത്തിനോട് അടുത്ത സമയമായപ്പോഴേക്കും 40ാമത്തെ വയസ്സിനോട് അടുത്ത കാലഘട്ടമായപ്പോഴേക്കും ഇന്ന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നുബൂവത്തുമായിട്ട് വന്നപ്പോൾ പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ചതായ സഹാബാക്കൾ ഞങ്ങൾക്ക് നേർക്കുനേരെ അനുഭവമായി എന്ന് പറഞ്ഞതായ വാക്കുകൾ, അപ്പോൾ അതിന് കുറച്ച് അംഗീകാരം കൂടിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കല്ല, പക്ഷെ സഹാബാക്കൾ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അവർ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകനുമായി ഇന്ന യാത്ര ഞങ്ങൾ ചെയ്തപ്പോൾ സംഭവിച്ചതായ സംഭവങ്ങൾ, പ്രവാചകൻ മരുഭൂമിയിലൂടെ ചുട്ടുകൊള്ളുന്നതായ മണലാരുണ്യത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ മേഘം താഴേക്ക് ഇറങ്ങി വന്നിട്ട് പ്രവാചകന്റെ മുകളിൽ വന്നിട്ട് തണലിട്ട് കൊടുത്തതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം സഹാബാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് കുറച്ച് ആധികാരികത കൂടി. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വിഷയം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട് പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ചരിത്രത്തിൽ കാണാം. അതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, ചരിത്രത്തിൽ കാണാം. അതിന് ശേഷവും ഉണ്ടായിട്ടുണ്ട്, ചരിത്രത്തിൽ കാണാം. പക്ഷെ ഈ സമയങ്ങളിലൊന്നും ഈ സന്ദർഭങ്ങളിലൊന്നും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനം ഖുറൈശി കുടുംബത്തിന് അഭിമാനമാണ് എന്ന് കഅബ ഷരീഫിന്റെ കില്ലക്കടുത്തു നിന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബ് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ഏകദേശം കുറെ നാളുകൾക്ക് ശേഷം അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ സഹോദരനായ മൂത്താപ്പയായിരുന്ന അബൂ താലിബിലേക്ക് പ്രവാചകന്റെ വളർച്ചയും പ്രവാചകന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളും അള്ളാഹു തആല അബൂ താലിബിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നതായ ആ സന്ദർഭത്തിലും അവരെല്ലാം ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനമാണ് മുഹമ്മദ് എന്ന് പറയുകയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം അവർക്ക് അഭിമാനമായി കാണുകയും ചെറുപ്പത്തിൽ തന്നെ പ്രവാചകനിൽ കണ്ടതായ സത്യസന്ധതയും ചെറുപ്പത്തിൽ തന്നെ പ്രവാചകനിൽ കണ്ടതായ ബുദ്ധികൂർമ്മതയും കുടുംബക്കാർക്ക് വല്ലാതെ അഭിമാനവും സന്തോഷവും ഉണ്ടായപ്പോൾ അതെല്ലാം ചരിത്രത്തിൽ കാണാൻ കഴിയുമ്പോൾ ഒരൊറ്റ പ്രാവശ്യം പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് ഖുറൈശികൾ അതിന്റെ പേരിൽ ഒരു സന്തോഷ സുദിനമായിട്ട് കണ്ടതായിട്ട് ചരിത്രത്തിൽ ഒരൊറ്റ സ്ഥലത്ത് പോലും നമുക്ക് കാണാൻ കഴിയൂല. പ്രിയപ്പെട്ടവരെ, വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാ, അള്ളാഹുവിന്റെ മസ്ജിദിൽ നിന്നാ പറയുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ മസ്ജിദാണ് ഭൂമിയിൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലം. അതിൽ ഏറ്റവും മഹത്വമുള്ളത് വിശുദ്ധമായ മിമ്പറ. ആ മിമ്പറിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഒരാളെയും ഇകഴ്ത്താനോ മോശപ്പെടുത്താനോ അല്ല. നമ്മളുടെ ജുമായുടെ ഖുതുബകൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട അധ്യാപനങ്ങൾ പഠിക്കാനും പകർത്താനും പ്രബോധനം ചെയ്യാനും വേണ്ടിയുള്ളതായിട്ട് തന്നെയാ. അല്ലാതെ ഏതെങ്കിലും ഒരു വിഷയം കേൾക്കുമ്പോൾ അത് അവരുമായി ബന്ധപ്പെട്ടതാ, ഇവരുമായി ബന്ധപ്പെട്ടതാ, അവർക്കെതിരെ ഇവർക്കെതിരെ, അല്ലാഹുവാണ് സത്യം, അങ്ങനെ ഖുതുബ നടത്താൻ പറ്റൂല. എനിക്ക് പഠിക്കണം, എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം, നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. ഇത് ആരെല്ലാമോ കേൾക്കുന്നോ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ നാടുകളിൽ കാണുന്ന, നമ്മുടെ നാടുകളിലുള്ള പള്ളികളുമായി ബന്ധപ്പെട്ട് കാണുന്നതായ ആഡംബരങ്ങളും ആചാരങ്ങളും സന്തോഷ പ്രകടനങ്ങളും കാണുമ്പോൾ വല്ലാതെ സങ്കടപ്പെടുകയാണ്. പല പള്ളികളിൽ നമസ്കരിക്കാൻ ഇറങ്ങിയിട്ട് നമസ്കരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ തിരിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് മുഅ്മിനീങ്ങൾ. എന്താ ഇതിന്റെ എല്ലാം കാരണം? അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹമാണ്.
ഞങ്ങൾ ഈ കാണിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹമാ. ആ പ്രവാചകൻ ജനിച്ച ദിവസം എടുക്കാൻ പോയി. എന്റെ പ്രിയപ്പെട്ടവൻ, ഒരാളുമായി ഒരു വിഭാഗവുമായി ബന്ധപ്പെടാതെ നിങ്ങൾ നിഷ്കളങ്കതയോടുകൂടി നിഷ്പക്ഷമായിട്ട് നിങ്ങൾ മാനസികമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട് പല അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, ചരിത്രത്തിൽ കാണാം. ബൈഹഖി പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാര് പല സംഭവങ്ങളും എടുത്ത് റിവായത്ത് ചെയ്യുമ്പോൾ അത് വെറുതെയല്ല എന്ന് നമുക്ക് അനുമാനിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട 40 വയസ്സുവരെ അവരുടെ ഇടയിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായാൽ 60, 70, 80 വയസ്സ് പ്രായമുള്ളതായ കുടുംബത്തിലെ കാരണവന്മാർ ജീവിച്ചിരിക്കുമ്പോഴും പ്രശ്നത്തിന് പരിഹരിക്കപ്പെടാതെ വരുന്ന പ്രശ്നമാകുമ്പോൾ അവസാനം 25, 24, 23 വയസ്സ് മാത്രം പ്രായമുള്ള കാലഘട്ടത്തിലും മുഹമ്മദിന്റെ അടുക്കലേക്ക് അവർ ചെല്ലുമായിരുന്നു. പ്രവാചകന്റെ തീരുമാനം കേട്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് പ്രശ്നപരിഹാരം കണ്ടിട്ട് പ്രവാചകന്റെ അടുക്കൽ വന്ന് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുമായിരുന്നു. ഇതെല്ലാം നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ. പക്ഷേ ഒരൊറ്റ പ്രാവശ്യം പോലും ഖുറൈശികൾ, മുസ്ലിമീങ്ങളുടെ വിഷയത്തിലേക്ക് നാം എത്തിയിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകന് നുബുവത്ത് കിട്ടിയ സമയത്തിലേക്ക് നാം എത്തിയിട്ടില്ല. അതിനു മുമ്പ് ഖുറൈശികളുടെ ഇടയിൽ മുശ്രിക്കീങ്ങൾ പോലും ജാഹിലിയ്യ കാലഘട്ടത്തിൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം എന്ന് പറഞ്ഞിട്ട് ഒരു ആഘോഷം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയൂല. ഇത് പഠിക്കാനായിട്ട് ആധികാരികമായ പഠനത്തിന് ശേഷമാണ് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. അവിടെ ഒന്നും നമുക്ക് കാണാൻ കഴിയൂല. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിന്റെ 2ാമത്തെ ഘട്ടം, നുബുവത്ത് നൽകിയ 40ാമത്തെ വയസ്സു മുതൽ, അള്ളാഹുവിന്റെ പ്രവാചകന് നുബുവത്ത് കിട്ടിയ 40ാമത്തെ വയസ്സു മുതൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതായ 53ാമത്തെ വയസ്സ് വരെയുള്ള കാലഘട്ടം, 13 വർഷ കാലഘട്ടം. ഇത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വളരെ നിർണായകമായ പല പാഠങ്ങളും അല്ലാഹു തആല പഠിപ്പിക്കാനായിട്ട് തെരഞ്ഞെടുത്തതായ കാലഘട്ടമായിരുന്നു. മുസ്ലിം ഉമ്മത്തിന്, മുസ്ലിം ലോകത്തിന് ധാർമ്മികതയുടെ, മുസ്ലിം ലോകത്തിന് മര്യാദയുടെ, അദബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം പഠിപ്പിക്കാനായിട്ട് അല്ലാഹു തആല തെരഞ്ഞെടുത്ത വർഷക്കാലഘട്ടമായിരുന്നു ഈ 13 വർഷക്കാലഘട്ടം. അല്ലാഹു തആല നബിമാരെ കുറിച്ച് വിശദീകരിച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് മക്കിയായ സൂറത്തുകളിൽ അല്ലാഹു തആല വിശദീകരിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ മധുരമായ സ്വരത്തിൽ നമ്മെ പഠിപ്പിച്ചു. മക്കിയായ സൂറത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഇത്രയും വിനയമുള്ള പ്രവാചകൻ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശം നൽകുമ്പോൾ ആ ഉപദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ഉപദേശമാണ് എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു മടിയുമില്ലാതെ വിനയത്തോടു കൂടി പറയും, മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാമഹനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണ്. ഞാൻ പറയുന്നു എന്ന് പറയാമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക് ചേർത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തഅലീമോടുകൂടി, മഹത്വത്തോടുകൂടി, അംഗീകാരത്തോടുകൂടി വിശദീകരിക്കുമായിരുന്നു. എല്ലാ നബിമാരെ കുറിച്ചും മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്നേഹത്തോടുകൂടിയും ആദരവോടുകൂടിയും പറയുമായിരുന്നു. അവരുടെ പേര് കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. പക്ഷേ ഒരൊറ്റ പ്രാവശ്യം പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവാചകന്മാരുടെ ജനന ദിവസമാണ് എന്ന് പറയുകയോ, ആ ജനന ദിവസം അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് പറയുകയോ, അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ വിശുദ്ധമായ ഖുർആനിൽ ചർച്ച ചെയ്യപ്പെടുന്നത്, വിശുദ്ധമായ കഅബ ശരീഫ് നിർമ്മിക്കാൻ കാരണമായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, കഅബ ശരീഫിലെ ഹജ്ജ് അല്ലാഹു തആല ആദ്യമായി നടപ്പാക്കിയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബ പരമ്പര ചെന്ന് അവസാനിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്റെ ചര്യ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണെന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നമസ്കാരം, ആ നമസ്കാരത്തിലെ ഏറ്റവും അവസാനം സൂക്ഷ്മതയോടുകൂടി, ഒരല്പം പോലും നിങ്ങളുടെ ചിന്ത മാറിപ്പോകാതെ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ ചെയ്യേണ്ടതായ നമസ്കാരത്തിന്റെ അവസാന ഭാഗമായ അത്തഹിയ്യാത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സ്വലാത്ത് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ചെയ്തതുപോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ചെയ്തതുപോലെ എന്ന് ആവർത്തിക്കുമ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പോലും ഒരൊറ്റ പ്രാവശ്യം പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ച ദിവസം എന്ന് പറഞ്ഞിട്ട് ചരിത്രത്തിലോ ഹദീസിലോ ഒരൊറ്റ ഭാഗത്തോ നമുക്ക് കാണാൻ കഴിയൂല. ജന്മദിനവുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു മര്യാദയുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനോ സഹാബത്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാ പ്രിയപ്പെട്ടവരെ നമ്മൾ മടിച്ചു നിൽക്കുന്നത്? എന്തിനാ നമ്മൾ അതിനെതിരെ വിമർശിക്കുന്നത്? നമ്മൾ മുമ്പിൽ നിൽക്കും, ആദ്യം ചെയ്യും. അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്തതാ, സഹാബാക്കൾ ചെയ്തതാ, മുമ്പിൽ നിൽക്കും. പക്ഷെ എവിടെയും നമുക്ക് കാണാൻ കഴിയൂല. അതിനൊരു മഹത്വം ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മഹത്വത്തോടുകൂടി പറയും. എങ്ങനെയാണ് നഖം വെട്ടേണ്ടതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം,
എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ പോലും എങ്ങനെ ഇരിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, അയൽവാസിയായ മനുഷ്യൻ നിന്റെ സമുദായത്തിൽപ്പെട്ട നിന്റെ മതത്തിൽപ്പെട്ടവനല്ലെങ്കിലും അവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, റോഡിലൂടെ നടക്കുമ്പോൾ മനുഷ്യനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുക്കൾ പോലും എടുത്തുമാറ്റൽ നിന്റെ ധാർമ്മികതയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമായ നിന്റെ വിശ്വാസത്തിന്റെ കാതലായ ഭാഗമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ എന്താ ഇത്രയും ഗൗരവമുള്ള വിഷയം പറയാതിരിക്കും? നമ്മൾ ചിന്തിക്കും പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബത്തും മദീനയിലേക്ക് വന്നു. മൂന്നാമത്തെ കാലഘട്ടം അവിടെ വന്നപ്പോൾ അവിടെ അധികവും അഹ്ലി കിതാബികളായ ആൾക്കാരായിരുന്നു. മുമ്പ് വേദം നൽകപ്പെട്ട ആൾക്കാരായിരുന്നു. കൂടുതലും ജൂതന്മാരായ ആൾക്കാരുണ്ടായിരുന്നു. ഈസവിയുമായി ബന്ധപ്പെട്ട ആൾക്കാരും ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം ശബ്ദ കോലാഹലങ്ങൾ കേട്ടിട്ട് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അൻസാരികളായ സഹാബാക്കൾ, അതായത് നേരത്തെയും ഇവരുമായിട്ട് സഹകരിച്ചിട്ടുണ്ടായിരുന്ന സഹാബാക്കളോട് ചോദിച്ചു, എന്താണ് ആ കാണുന്നത്? അവർ പറഞ്ഞു, അവർ വർഷങ്ങളായിട്ട് ഇങ്ങനെ അവർ കളിയും സന്തോഷവും ഒക്കെ ആയിട്ട് ആഘോഷമായി കാണുന്നതായ സുദിനമാണ് പ്രവാചകരെ. എന്നിട്ടത് പറഞ്ഞിട്ട് ആ സഹാബാക്കൾ ഇങ്ങനെ നിന്ന് മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നു, ഞങ്ങളും പോയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളും ചെയ്തുകൊള്ളൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാഗത്തുനിന്നും അനുവാദം കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇങ്ങനെ നോക്കി നിന്നു. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് ആഘോഷിക്കാൻ അള്ളാഹു 2 ദിവസങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റുമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ നിസാരമായ വിഷയങ്ങൾ പോലും അള്ളാഹിന്റെ റസൂല് പഠിപ്പിക്കുമ്പോൾ ഇത്രയും ഗൗരവമേറിയ, അതായത് പെരുന്നാളിന് പോലും കാണാത്ത ഗൗരവം റബീഉൽ അവ്വൽ മാസത്തിന്റെ 1 എല്ലാ പള്ളികളിലും വ്യത്യസ്തമായ നിറത്തിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങുകയാ. ഇപ്പം അതും മാറി. പണ്ടൊക്കെ മഗ്‌രിബിന് ശേഷം പള്ളി മിമ്പറുകളിലൂടെ അല്ലെങ്കിൽ പള്ളി മൈക്കിലൂടെ ബാങ്ക് കേൾക്കുന്ന മൈക്കിലൂടെ മൗലൂദ് പാരായണമാ കേൾക്കുന്നത്. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് DJ ഇട്ടുകൊണ്ട് അറബി പാട്ടുകൾ പള്ളിയുടെ മിമ്പറുകളിൽ നിന്നും പള്ളിയുടെ പരിസരത്തു നിന്നും പള്ളിപ്പറമ്പുകളിൽ നിന്നും പോലും ആഘോഷത്തോടു കൂടി കേൾക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. അള്ളാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. എന്താ പ്രിയപ്പെട്ടവരെ നടക്കുന്നത്? ഇന്ന് രാവിലെ തന്നെ ഏകദേശം 3-4 സഹോദരങ്ങൾ ചെറിയ വീഡിയോ എനിക്ക് വാട്സാപ്പിൽ ഇട്ട് തന്നു. നബിദിനത്തിന്റെ പേരിൽ, നബിദിന ആഘോഷത്തിന്റെ പേരിൽ റോഡിൽ ഇങ്ങനെ ബൈക്കുകളിൽ തുള്ളിക്കൊണ്ടിരിക്കുന്ന ആണുങ്ങളുടെ ഇടയിൽ 2-3 പേരെ ആൾക്കാരെ വെച്ചുകൊണ്ട് ആക്ടീവ പോലെയുള്ള സ്കൂട്ടറുകളിൽ 15ഓളം സ്ത്രീകൾ, ഞാൻ എണ്ണിയെടുത്തു, 15ഓളം സ്ത്രീകൾ ഇങ്ങനെ 2-3 പേര് ബൈക്കിനകത്ത് ഇതുപോലെ പച്ചക്കൊടിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയ കൊടിയും വെച്ചുകൊണ്ട് റോഡിലിറങ്ങി അറബി പാട്ടും ഇംഗ്ലീഷ് പാട്ടും ഇട്ടിട്ട് മാപ്പിള പാട്ടുകളുടെ മ്യൂസിക് അകമ്പടിയോടിട്ടിട്ട് റോഡിൽ വന്നുകൊണ്ട് ഈ ഉമ്മത്തിന്റെ പെണ്ണും ആളും ഒരു നാണവുമില്ലാതെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അതിന്റെ പേര്? അള്ളാഹിന്റെ പ്രവാചകനോടുള്ള സ്നേഹമാ. അള്ളാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹിന്റെ റസൂൽ ഒരു കാരണത്താലും നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞതെല്ലാം അള്ളാഹിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു നാണവും മാനവും ഇല്ലാതെ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻ. നിങ്ങൾ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യക്തമായി പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആകാശഭാഗത്തു നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് നിയോഗിച്ച് അല്ലാഹു തആല അതിന്റെ പരിസമാപ്തിയും കുറിച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പഠിപ്പിച്ചു. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അല്ലാഹു തആല തൃപ്തിപ്പെട്ട് പൂർത്തീകരിച്ചു നൽകി. ഇനി നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് അതുപോലെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ, മൻ തശബ്ബഹ ബിഖൗമിൻ, ഏതെങ്കിലും ഒരു സമുദായത്തെ നിങ്ങൾ അനുധാവനം ചെയ്യുന്നുണ്ട് എങ്കിൽ, അവർ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചു, ഫഹുവ മിൻ, അവൻ അവരിൽപ്പെട്ടവനായ എന്നിൽപ്പെട്ടവനാകൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ സമുദായത്തിലേക്കും ജന്മദിനം ഒരു ആഘോഷമായി മാറുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ 7 മക്കളോളം ജീവിത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് കെട്ടിപ്പിടിച്ച് 1000 പ്രാവശ്യം ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ പ്രാവശ്യം പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ ഫാത്തിമ ബീവി ജനിച്ച ദിവസമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാരക്ക പോലും ആർക്കെങ്കിലും കൊടുത്തതായിട്ട് എവിടെയും നമുക്ക് കാണാൻ കഴിയൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ നുബൂവത്ത് കിട്ടിയതിനു ശേഷമുള്ള കാലഘട്ടം വിശുദ്ധ ഖുർആൻ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ ജനിച്ച കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങൾ നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ, അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ പ്രവാചകനെ പരിപൂർണമായി പിൻപറ്റാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. മറിച്ച് എന്താ പറഞ്ഞത്? പ്രവാചകന് നുബൂവത്ത് കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ. അള്ളാഹുവിന്റെ പ്രവാചകന് നുബൂവത്ത് കിട്ടിയതിനു ശേഷം നിങ്ങൾ പിൻപറ്റിക്കൊള്ളാനാ പറഞ്ഞത്. ഇനി അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മസമയത്തുണ്ടായ സംഭവ വികാസങ്ങൾ, അത്ഭുതങ്ങൾ, അതെങ്ങനെയാ നമുക്ക് പിൻപറ്റാൻ കഴിയുന്നത്?
നമുക്ക് ആർക്കെങ്കിലും പിൻപറ്റാൻ കഴിയുന്ന കാര്യമാണ്. ജനിക്കുമ്പോഴേ ചില കർമ്മം ചെയ്യപ്പെട്ടതായ നിലയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ചപ്പോൾ സുജൂദിലായിക്കൊണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ചപ്പോൾ അറബികൾ നടത്തിക്കൊണ്ടിരുന്നതായ ബഹുദൈവ ആരാധനകളുടെ സംഭവങ്ങളെയെല്ലാം അള്ളാഹു തആല കിടുകിടാവിറപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതൊന്നും പറഞ്ഞതിന്റെ പേരിൽ, അതൊന്നും ചെയ്തതിന്റെ പേരിൽ ഒരു പ്രതിഫലവും കിട്ടുന്നതല്ല എന്ന് ഹദീസുമായിട്ടോ പ്രവാചകന്റെ ജീവിതവുമായിട്ടോ ബന്ധപ്പെടാതെ നിക്ഷിപ്തമായി നമുക്ക് പറയാൻ കഴിയും. അത് ഒരു തരത്തിലും ഒരു ഗുണവും ഉണ്ടാക്കുന്ന കാര്യമല്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആരാ ഇത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി ജീവിതം മാറ്റിവെച്ച സഹാബത്ത്, പ്രവാചകന് വേണ്ടി ചങ്കു പറിച്ചു വെക്കാൻ മാറ്റിവെച്ച സഹാബത്ത്, ഫിദാക അബീ വ ഉമ്മി എന്ന് ലോകത്താദ്യമായി എന്റെ വാപ്പയും ഉമ്മയും പ്രവാചകരെ അങ്ങക്ക് മുമ്പിൽ സമർപ്പണമാണെന്ന് ലോകത്തിന് മുമ്പിൽ ആദ്യമായി പറഞ്ഞ അനുധാവന വൃത്തത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ അവരായിരുന്നു. ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം അത് ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ സഹാബാക്കൾ ചെയ്യുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അവരാരും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയൂല. എന്നല്ല, വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ റബീഉൽ അവ്വൽ എന്ന മാസത്തിനൊരു പ്രത്യേകത കൊടുത്തുകൊണ്ട് ചർച്ച പോലും നമുക്ക് കാണാൻ കഴിയൂല. പിന്നെ എങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഇടയിൽ ഇത് ഇത്രയും വലിയ ചർച്ചയായത്, നമ്മളുടെ ഇടയിൽ ഇത് ഇത്രയും വലിയ ആഘോഷമായത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി റഈസുൽ മുഫസ്സിർ, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ആരും നിഷേധിക്കാത്ത തഫ്സീർ, മഹാനവറുകളുടെ വിശദീകരണം അനുസരിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഇത്തഫഖൽ ഉലമാ, ഉലമാഇന് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച വർഷം ആമുൽ ഫീൽ നടന്ന വർഷമാണ്. കഅബ ഷരീഫ് പൊളിക്കാനായിട്ട് യമനിൽ നിന്നും അബ്രഹത്തിന്റെ ആനപ്പട്ടാളം വന്ന വർഷമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ചത്. ആ വിഷയത്തിലും ഇത്തഫഖൽ ഉലമാ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇനി മൂന്നാമത്തെ വിഷയം, അള്ളാഹുവിന്റെ പ്രവാചകൻ റബീഉൽ അവ്വൽ മാസത്തിൽ ഏത് ദിവസത്തിലാണ്? ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. റബീഉൽ അവ്വൽ 2 അഭിപ്രായമുണ്ട്, റബീഉൽ അവ്വൽ 8 അഭിപ്രായമുണ്ട്, റബീഉൽ അവ്വൽ 14 അഭിപ്രായമുണ്ട്, റബീഉൽ അവ്വൽ 12 അഭിപ്രായമുണ്ട്, റബീഉൽ അവ്വൽ 21 24 അഭിപ്രായമുണ്ട്. ഏത് അഭിപ്രായമാ പ്രിയപ്പെട്ടവര്? ഒരൊറ്റ ഉലമാവ് പോലും പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ 12 പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ കഴിയൂല. എന്നാൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ, വിശുദ്ധമായ പ്രവാചകന്റെ വഫാത്ത് റബീഉൽ അവ്വൽ മാസം 12 എന്നതിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്നുമല്ല നമ്മളുടെ ഇടയിൽ വിഷയം. ഇതുമായി ബന്ധപ്പെട്ടവരാരും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആഘോഷം എന്ന് പറഞ്ഞല്ല. എന്നല്ല, ചില ആൾക്കാരുടെ ന്യായം പോലും നമ്മുടെ സമുദായത്തിന്റെ സ്ട്രെങ്ത് ഒന്ന് കാണിക്കാൻ, നമ്മുടെ സമുദായത്തിന്റെ ശക്തി ഒന്ന് കാണിക്കാൻ ഇതാക്കുന്നതിൽ എന്താ കുഴപ്പം? അവിടെ വരെ എത്തി നിൽക്കുകയാണ് സമുദായത്തിന്റെ ചിന്ത. എന്റെ പ്രിയപ്പെട്ടവരെ, ഒളിഞ്ഞും പതുങ്ങിയും രഹസ്യമായും അല്ലെങ്കിൽ അവ്യക്തമായും ചെറിയ രീതിയിൽ ദീൻ അനുവദിക്കുന്ന രീതിയിൽ നിങ്ങൾ ആഘോഷിച്ചോ എന്ന് പല ഭാഗങ്ങളിൽ നിന്നും അനുവാദങ്ങൾ വരുമ്പോൾ, മൗനാനുവാദങ്ങൾ വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ആഘോഷങ്ങൾ പള്ളിക്കകത്ത് നിൽക്കാതെ, ഈ ആഘോഷങ്ങൾ വീടിനകത്ത് നിൽക്കാതെ, ഈ ആഘോഷങ്ങൾ തെരുവീതികളിലേക്ക് ഇറങ്ങി ഇസ്ലാമുമായിട്ട് ബന്ധം പോലുമില്ലാത്ത മോശമായ മ്ലേച്ഛമായ വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ ഈ സമുദായം ഉൾപ്പെടുമ്പോൾ അതിനകത്ത് അവർ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കലിമത്തു തൗഹീദിന്റെ നാമവും എഴുതിക്കൊണ്ട് ഈ സമുദായം ലോകത്ത് വൃത്തികേടുകൾ കാണിക്കുമ്പോൾ അതിന് അനുവാദം നൽകുന്ന, അതിന് സമ്മതം നൽകുന്ന, അതിനെ ന്യായീകരിക്കുന്നവർ അല്ലാഹുവിന്റെ മുമ്പിൽ പിടിച്ചു നിർത്തപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ ആഘോഷമാകുന്നത് എന്നല്ല, ഉലമാക്കൾ വിശദീകരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മക്കളുടെ ജന്മദിനം പോലും വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് ആഘോഷമാക്കാൻ അനുവാദം നൽകിയിട്ടില്ല. ജനിക്കുന്ന സമയത്ത് പേര് വെക്കാൻ അള്ളാന്റെ റസൂല് പറഞ്ഞു. ജനിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കാൻ അള്ളാന്റെ റസൂല് വിശദീകരിച്ചു. ജനിച്ച കുട്ടിക്ക് നല്ല പേര് വെക്കണം, 7 പേര് വെക്കണം. അഖീഖ അറുത്തു കൊടുക്കാൻ അള്ളാന്റെ റസൂല് പറഞ്ഞു. സുന്നത്താണ് ഒരു മൃഗത്തെ അറുത്തിട്ട് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്, നിങ്ങളുടെ സമ്പത്ത് അനുസരിച്ച് മാന്യമായ മൃഗത്തെ അറുത്തിട്ട് നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ആഘോഷം അള്ളാന്റെ റസൂല് വിശദീകരിക്കുകയാ. നിങ്ങൾക്കൊരു കുട്ടി ജനിക്കുന്നതിന്റെ ആഘോഷവും നിങ്ങൾക്കൊരു കുട്ടി ജനിക്കുന്നതിന്റെ സന്തോഷവും നിങ്ങൾ അഖീഖയിലൂടെ നിറവേറ്റിക്കൊള്ളുക. സാധുക്കളായ ആൾക്കാരുടെ വീട്ടുപറമ്പിലേക്ക് എത്തിയിട്ട് ആ മാംസത്തിന്റെ ഭാഗം നിങ്ങൾ അവർക്ക് വിതരണം ചെയ്യണം. എനിക്കൊരു കുട്ടി ജനിച്ചതിന്റെ സന്തോഷമാണ്, അവരിത് ഭക്ഷിക്കട്ടെ, അവരത് കഴിച്ചുകൊള്ളട്ടെ, അതിന്റെ പ്രതിഫലം അള്ളാഹു എനിക്ക് നൽകും. ആ കുട്ടി സൽസ്വഭാവിയായി ജീവിക്കുന്നതിന് അള്ളാഹു അതിനെ കാരണമാക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടിയുടെ ജന്മദിനം ഓർത്തു വെച്ചിട്ട് അടുത്ത വർഷമാകുമ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു ദിവസം പ്രത്യേകമായി തീരുമാനിക്കുകയും ആ ദിവസം ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുകയും ആ ദിവസം കേക്ക് മുറിക്കുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ആ
ആഘോഷമായി കാണുകയും പുത്തൻ ഉടുപ്പ് കുഞ്ഞിന് വാങ്ങിക്കൊടുക്കുകയും കുഞ്ഞിനെ ഇങ്ങനെ സന്തോഷത്തിന്റെ മുൾമുനയിൽ നിർത്തുകയും എല്ലാവരും സന്തോഷിച്ച് ആനന്ദ നൃത്തം ചെയ്യലും ഇതൊന്നും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമുമായിട്ട് ഒരു തരം പോലും ബന്ധമില്ലാത്തതാണ് എന്ന് ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ഇന്ന് കുഞ്ഞുങ്ങളുടെയൊക്കെ മാറി ഇന്ന് പ്രായമുള്ളവരും 60-ാമത്തെ വയസ്സിലും 70-ാമത്തെ വയസ്സിലും 40-ാമത്തെ വയസ്സിലും പ്രായമേതുമായിക്കൊള്ളട്ടെ ബർത്ത്ഡേ ദിവസം ഒരു ആഘോഷത്തിന്റെ ദിവസമായി മാറ്റുമ്പോൾ നമസ്കാരമുള്ള ആൾക്കാർ പോലും അള്ളാഹു നിഷിദ്ധമാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് പാനീയങ്ങളുമായിട്ട് ദ്രാവകങ്ങളുമായിട്ട് ഈ ബർത്ത്ഡേ ആഘോഷങ്ങൾ മാറ്റുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ എവിടെ എത്തി നിൽക്കുകയാണ് ഈ സമുദായം? ഇതെവിടെ നിന്നാ കടന്നു വന്നത്? വേറെ പുതിയ ചില ആഘോഷങ്ങൾ കൂടി, വിവാഹത്തിന്റെ ദിവസം വെഡിങ് ഡേ, പുതിയ ആഘോഷം, അതിന്റെ പേരിൽ ഒരു ആഘോഷം. എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വ്യക്തമായ നിർദ്ദേശം നമുക്ക് നൽകിയിട്ടുണ്ട് നാം എങ്ങനെയാ ജീവിക്കേണ്ടത്. ഇതല്ലാതെ ഇതെല്ലാം ദീനിയാണ് എന്ന് ന്യായീകരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞു തരാതെ പോയി എന്ന് കൂടി നാം സമർത്ഥിക്കേണ്ടി വരും. നഊദു ബില്ലാഹ്, സുമ്മ നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാചകമാ, പുറത്തു പോകുന്ന ചിന്തയാ, പുറത്തു പോകുന്ന വിശ്വാസമാ. അള്ളാന്റെ റസൂൽ ഒന്നും വിട്ടുപോയിട്ടില്ല. ആവശ്യമുള്ളതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എവിടുന്നാ പ്രിയപ്പെട്ടവർ ഈ ആഘോഷമെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച അവസാനം നാം പറഞ്ഞു വെച്ച ഹദീസിന്റെ വിശദീകരണം അള്ളാന്റെ റസൂൽ പറഞ്ഞു, ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാകൂല. ഹത്താ, ഏതുവരെ യഹൂദികളും നസാറാക്കളും എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം എന്റെ സമുദായവും ചെയ്യുന്നത് വരെ, അതുപോലെ അവർ പിൻപറ്റാതെ ഈ ലോകം അവസാനിക്കൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അവരിൽപ്പെട്ട ആരെങ്കിലും ഉടുമ്പിനെ പിടിക്കാൻ ഓന്തിന്റെ വലിപ്പമുള്ള ഒരു തരം ജീവിയാണ്, നല്ലതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ജീവിയാണ്. ആ ഉടുമ്പിനെ പിടിക്കാനായിട്ടൊരു മാളത്തിലേക്ക് ബനി ഇസ്രായേലിൽപ്പെട്ട ജൂതന്മാരിൽപ്പെട്ട ഏതെങ്കിലും മനുഷ്യൻ തലയും കൈയും ഇട്ടിട്ടൊരു ഉടുമ്പിനെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അതുപോലെ എന്റെ സമുദായത്തിൽപ്പെട്ട ഒരുവനും അതുപോലെ ഉടുമ്പിനെ പിടിക്കാൻ അതിന്റെ മാളത്തിലേക്ക് തലയും കൈയും ഇട്ടിട്ടല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്ന് പറഞ്ഞാൽ ഉടുമ്പിനെ പിടിക്കാൻ പോകുമെന്നുള്ള അർത്ഥമല്ല. ആലങ്കാരികമായ പ്രവാചകന്റെ പ്രയോഗം. അവരെന്തെല്ലാം ചെയ്തോ അത് അക്ഷരം പ്രതി മറ്റൊരു ഹദീസിൽ കാണാം, ചാണിന് ചാണായി മുഴത്തിനു മുഴമായി ജൂതനെയും നസാറായും പിൻപറ്റിയിട്ടല്ലാതെ. കുറച്ചുകൂടി വിശദീകരിച്ചു പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളെ പരിപൂർണമായി പിൻപറ്റിയിട്ടല്ലാതെ ഈ സമുദായത്തിന് അധപ്പതനം ഉണ്ടാകില്ല. അതിന്റെ ഭാഗമാ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം അല്പാൽപമായി നമ്മുടെ വീടുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാ. വിവാഹത്തിന്റെ വാർഷിക ദിനം ആഘോഷമാക്കി, ജന്മദിനം ആഘോഷമാക്കി, മരണദിനം ആഘോഷമാക്കി എന്നല്ല, അവർ ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് കടന്നു വെട്ടുന്ന അവസ്ഥയിലേക്ക് ഈ സമുദായം എത്തി നിൽക്കുകയാ. ഏതെങ്കിലുമൊക്കെ തരത്തിൽ അതിനെ ന്യായീകരിക്കാനും വേണ്ടി ഏതെങ്കിലുമൊക്കെ മൂരാച്ചിക്കൂട്ടം രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാനൊരു പാപം ചെയ്താൽ ആ പാപവും ഞാനുമായി ബന്ധപ്പെടും. ഞാൻ കാരണം മറ്റൊരാൾ പാപം ചെയ്താൽ അത് ആരെല്ലാമോ ചെയ്യുമോ അതിന്റെ എല്ലാം തിക്തഫലം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്തെല്ലാമാ പ്രിയപ്പെട്ടവരെ നടക്കുന്നത്, എന്തെല്ലാമാ നമ്മളുടെ പള്ളികളിൽ നടക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ കരഞ്ഞുകൊണ്ട് ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യം, അള്ളാഹിന്റെ പ്രവാചകൻ ചെയ്യരുതേ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം, ആ പ്രവാചകന്റെ പേരിൽ നമ്മളിന്ന് പള്ളിപ്പറമ്പുകളിൽ പോലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹിന്റെ റസൂല് നിങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ മരണത്തെ ഓർമ്മപ്പെടുത്താതെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശാശ്വതവാസിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഇന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു. ആ പ്രവാചകന്റെ പേരിൽ തന്നെ അതെല്ലാം നാം ചെയ്തുകൊണ്ടിരിക്കുകയാ. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പാരായണം ചെയ്തു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത്. നമുക്കൊരു വയസ്സ് കൂടി പുതുതായിട്ട് വരുമ്പോൾ ആ ഒരു വയസ്സ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, നീ മരണത്തിലേക്ക് ഒരു വർഷം കൂടി അടുത്തിരിക്കുകയാ. പിന്നെ അങ്ങനെ പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത്. നിന്റെ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ, ഒരു പുതുവർഷത്തിലേക്ക്, ഒരു പുതുവയസ്സിലേക്ക് നീ കയറുമ്പോൾ, നീ ആദ്യമായി നിന്റെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, അല്ലാഹുവേ, എന്റെ കഴിഞ്ഞുപോയ വർഷം റബ്ബേ നിനക്ക് പൊരുത്തമല്ലാത്തത് എന്തെല്ലാം ഞാൻ കണ്ടുപോയി തമ്പുരാനെ. അല്ലാഹു നിനക്ക് പൊരുത്തമല്ലാത്തത് എന്തെല്ലാം ഞാൻ കേട്ടുപോയി തമ്പുരാനെ. അല്ലാഹു നിനക്ക് പൊരുത്തമല്ലാത്ത ഏതെല്ലാം ഇടപാടുകളുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ,
ഇന്നു മുതൽ ഞാൻ 1 വർഷം കൂടി മരണത്തിലേക്ക് അടുത്തിരിക്കുകയാ. ഇതിനെല്ലാം കൈകെട്ടി നിന്ന് എന്റെ നാവ് സംസാരിക്കാതെ എന്റെ കൈകാലുകൾ സംസാരിക്കുന്ന ദിവസത്തിലേക്ക് ഞാൻ അടുത്തിരിക്കുകയാ തമ്പുരാനെ. അതുകൊണ്ട് പരിഹരിക്കാൻ പെടുന്നതല്ല ഞാൻ പരിഹരിക്കും. എന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ പരിഹരിക്കപ്പെടാൻ കഴിയുന്നതല്ല ഞാൻ പരിഹരിക്കും തമ്പുരാനെ. ബാക്കിയുള്ള നീ മാപ്പാക്കണേ അല്ലാ. ഈ ചിന്ത ഉണർത്തപ്പെടേണ്ട വർഷമെത്തുമ്പോൾ നമ്മളിങ്ങനെ ആഘോഷിക്കുകയാ. ആഘോഷിച്ചതിന്റെ പേരിൽ തിമിർത്താടുകയാ നാം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ചെയ്ത് അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിലും ചെയ്യാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിലും ചെയ്യാൻ തുടങ്ങി. സഹാബത്ത് ആരും ചെയ്തിട്ടില്ലാത്ത, വീണ്ടും ആവർത്തിച്ചു പറയുകയാ പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിന്റെ ഗൗരവം ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മളിൽ പല ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല. ഇതിന്റെ തുടക്കം ജൂതന്മാരുമായി ബന്ധപ്പെട്ടിട്ട്, ഇതിന്റെ തുടക്കം ഷിയായിസവുമായി ബന്ധപ്പെട്ടിട്ട്, വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തകർത്ത് തരിപ്പണമാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ജൂതന്റെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങി ഇസ്ലാമിന്റെ പേരിൽ ശക്തമായ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഷിയായിസത്തിന്റെ ശക്തമായ പരിശ്രമത്തിന്റെ പ്രതിഫലനമാ നാം പോലും അറിയാതെ നമ്മളുടെ വീടുകളിലും നമ്മളുടെ പള്ളികളിലും ഇതുപോലെയുള്ള അനാചാരങ്ങളും ബിദ്അത്തുകളും കയറിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, ഈമാന് 70-ലധികം ഭാഗങ്ങളുണ്ട്. അതിലേറ്റവും താഴത്തെ പടി. അപ്പോൾ മുകളിലുള്ളത് എത്ര ഗൗരവമുള്ളതാ. റോഡിലൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കൽ, അതെല്ലാത്തിലും പെടും. നാം ഇങ്ങനെ വാഹനം ഇങ്ങനെ നിർത്തിവെക്കുന്ന സമയത്ത് നാം നോക്കുമ്പോഴേക്കും ഇപ്പുറത്തെ സൈഡിലൂടെ ഒന്ന് കയറിപ്പോയാൽ നമുക്ക് പെട്ടെന്ന് പോകാം. അതും ഈ ആയത്തിൽ, ഈ ഹദീസിൽ പെടുന്നതാ. പാടില്ല. നാം ഇങ്ങനെ കുത്തിക്കയറ്റിയതിന്റെ പേരിൽ പുറകിൽ വരുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ് എങ്കിൽ, സിഗ്നലിൽ ആൾക്കാർക്ക് സുഗമമായി പോകുന്നതിന് ബുദ്ധിമുട്ടാണ് എങ്കിൽ അതുപോലും ഈ ഹദീസിന്റെ ഭാഗമാണ് എന്ന് ഉലമാക്കൾ വിശദീകരിക്കുകയാ. പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഇങ്ങനെ റോഡിൽ ഇറങ്ങിയിട്ട് ഇന്ന് അവസാനം ഖുതുബയ്ക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് ഒരു മൗലവിയായ ഒരു സഹോദരൻ അയച്ചു തന്ന വീഡിയോ ഏതോ ഭാഗത്ത് നടക്കുന്നത്. അവിടെയുള്ള ആൾക്കാരുടെ സംസാരം കേട്ടിട്ട് കുറച്ച് വടക്കാണെന്ന് തോന്നുന്നു. കുറെ ആൾക്കാർ നിൽക്കുകയാ. അതിനകത്ത് ആണുമുണ്ട് പെണ്ണുമുണ്ട്. പാട്ടിട്ടിട്ട് ബൈക്കിലിരുന്ന് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാ. പെട്ടെന്ന് ഫ്രണ്ടിൽ എന്തോ സൗണ്ട് കേട്ടിട്ട് എല്ലാവരും ആ വന്ന ബൈക്കുകൾ അവിടെ സ്റ്റാൻഡ് വെച്ചിട്ട് എല്ലാവരും ഇറങ്ങി മുമ്പിലോട്ട് പോകുകയാ. മണിക്കൂറുകൾ എടുക്കും പുറകിൽ നിൽക്കുന്ന സാധുവായ ഒരു മനുഷ്യന് റോഡിലൂടെ കടന്നു പോകാൻ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, എന്നെ പ്രിയപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ അനുചരവർത്തത്തിൽപ്പെട്ട ആൾക്കാർക്ക് അള്ളാഹു നൽകിയ അമൂല്യമായ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോഡിലൂടെ നടക്കുന്ന മനുഷ്യനെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന ആ പ്രവാചകന്റെ പേരിൽ സന്തോഷം കാണിക്കാൻ റോഡിൽ ഇറങ്ങിയിട്ട് ജനങ്ങളെ ഉപദ്രവിക്കുകയാ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാ. എന്നിട്ട് പറയുന്നു പ്രവാചക പ്രേമം. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാ. ഓരോ വർഷവും നടക്കുന്നതായ ഈ അനാചാരം കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷ, അല്ലെങ്കിൽ ഇതിനെ അനുകൂലിക്കുന്നവരുടെ ഭാഷ അനുസരിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം അതിനെ സന്തോഷിക്കാൻ എടുത്തു. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ആഘോഷം കാരണം, ഈ ഉത്സവം കാരണം, ഈ നബിദിനാഘോഷം കാരണം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സുന്നത്ത് പുതുതായി വന്നതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ആരും സ്വർഗത്തിലേക്ക് അടുക്കൂല. ഏതുവരെ? ഇല്ലാ മാ അമർതുകും ബി, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നതല്ലാതെ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നതല്ലാതെ ഒരൊറ്റ കാര്യം കൊണ്ടും ഒരൊറ്റ മനുഷ്യൻ സ്വർഗത്തിലേക്ക് അടുക്കൂല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടോ വാശി തീർക്കാനുള്ള പ്രവർത്തനം ചെയ്യുന്നു, ആരെയോ കാണിക്കാനുള്ള ചെയ്യുന്നു, ഉള്ള അമല് കൂടി നഷ്ടപ്പെട്ടു പോകുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹിന്റെ പ്രവാചകനോടുള്ള യഥാർത്ഥ സ്നേഹം, പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതമാക്കല. അള്ളാഹു നമ്മളെ അതിനെ കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു അതിനെ നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകനെ യഥാർത്ഥ രീതിയിൽ സ്നേഹിക്കുന്ന, പ്രവാചകനെ പിൻപറ്റുന്ന യഥാർത്ഥ പ്രവാചക അനുചരന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളുടെ ഇടയിലേക്ക് ആ ദിവസം കടന്നു വരികയാണ്. നബി ദിനം എന്ന് പറയുന്ന ഒരു ദിവസം. ആ ദിവസത്തിൻ്റെ പേരിൽ പെരുന്നാളിൻ്റെ അന്നത്തതുപോലെ ഒരു സമുദായം, ഒരു വിഭാഗം ആഘോഷിക്കുകയാണ്. 1% പോലും നമുക്ക് ആഘോഷിക്കാൻ അനുവാദമില്ലാത്തത്. വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾ പഠിക്കും, നിങ്ങൾ മനസ്സിലാക്കി, ഒരാളുടെയും പക്ഷം ചേരണ്ട, നിങ്ങൾ പഠിക്കുന്ന. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ? സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? തബഉ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ പേരിൽ അന്നപാനീയങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായ ഒരു ഇബാദത്തായിട്ട് പരിഗണിക്കപ്പെടുകയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആധികാരികമായ ഒരു മസലയാണ്. ഒരാൾ ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് വിതരണം ചെയ്യുന്നു, ഹലാലാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാം, അതിൽ നമുക്കും കൂടി പങ്കാകാം, നമുക്ക് സഹായിക്കാം, ഒരു കുഴപ്പവുമില്ല. ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത. പക്ഷേ ഒരു പ്രത്യേകമായ ഒരു ഇബാദത്തായിട്ട് അതിനെ പരിഗണിക്കുകയും ആ ഇബാദത്തിലേക്ക് ചേർക്കപ്പെടുകയും ഒരു ഇബാദത്താണ് എന്ന് പരിഗണിച്ചുകൊണ്ട് ഒരു അമല് ചെയ്യുകയും ആ അമലിന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വ്യക്തമായ തെളിവില്ല എങ്കിൽ അത് ബിദ്അത്താണ്, യാതൊരു സംശയവുമില്ല. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അല്ലാഹുവിന്റെ റസൂൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണ്, എൻ്റെ തീരുമാനമില്ലാത്ത, എൻ്റെ അഭിപ്രായമില്ലാത്ത, എൻ്റെ മാതൃകയില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പുതുതായിട്ടുണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അത് നിരാകരിക്കപ്പെടേണ്ടതാണ്. സ്നേഹത്തോടുകൂടി മയത്തോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടവരെ പറഞ്ഞു മനസ്സിലാക്കി. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നമ്മളുടെ മഹല്ലത്തിലുണ്ട്, അവരെ സഹായിക്കും, അവരെ ബുദ്ധിമുട്ട് മാറ്റും. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട പൊതുവായ മറ്റൊരു മസാല പല ആൾക്കാരും ചോദിക്കാറുള്ളതാ. ഒരുപാട് ആൾക്കാർ വിതരണം ചെയ്യുന്നതായ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് കുറെ പിരിവിട്ടിട്ട് നടത്തുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നുമല്ല എങ്കിലും കഴിക്കാം. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇങ്ങനെ ഇടുന്ന ആൾക്കാരിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സമ്പത്ത് നിശുദ്ധമായതാണ് എങ്കിൽ, ഇങ്ങനെയിടുന്ന സമ്പത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പൈസ ഹറാമായതാണ് എങ്കിൽ അത് എല്ലാത്തിനെയും ബാധിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു പാത്രത്തിൽ വെള്ളം കലക്കി വെച്ചു, അതിനകത്തൊരല്പം വിഷം കലക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ഭക്ഷണ പദാർത്ഥത്തിന്റെ സൂക്ഷ്മത കാണിക്കേണ്ടതാ. പെരുന്നാൾ സമയമാകുമ്പോൾ, നോമ്പ് സമയമാകുമ്പോൾ, നോമ്പ് മുറിക്കാനായി ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ തരുമ്പോൾ അവരുടെ സമ്പത്ത് സൂക്ഷ്മതയുള്ള ഹലാലായ സമ്പത്താണോ എന്ന് സൂക്ഷിക്കൽ, ചോദിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ നോമ്പ് ബാത്തിലായി പോകും. ഈ കഴിക്കുന്ന മനുഷ്യരുടെ എല്ലാം ഭക്ഷണത്തിൽ ഹലാലിന് പകരം ഹറാമ് കലർന്നതായിട്ട് വരും. അതുകൊണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലില്ലാത്ത ഒരു ആഘോഷം നമുക്ക് വേണ്ട. അള്ളാഹുവിന്റെ പൊരുത്തമാണോ സ്വർഗമാണോ നാം ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇല്ലാമ അമർത്തുക്കും ബി, ഈ വാക്ക് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഞാൻ കൽപ്പിച്ചതല്ലാതെ ഒരൊറ്റ കാര്യം കൊണ്ടും അള്ളാഹുലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ അടുക്കൂല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു തആല എല്ലാ ബിദ്അത്തുകളെ തൊട്ടും കാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പ്രാധാന്യത്തോടുകൂടി പറയാനുള്ള ഒരു കാര്യം, ജുമാ ദിവസം വളരെ ഗൗരവമേറിയ ഇബാദത്താണ് ജുമാ ദിവസം. ആ ജുമാ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് ഖുതുബ. നമ്മൾ ഖുതുബ തീരാറാകുമ്പോഴാണ് ഇപ്പോൾ പല ആൾക്കാരും വരാറുള്ളത്. ആദ്യ പ്രാവശ്യം നമ്മൾ പറഞ്ഞു അൽഹംദുലില്ലാഹ് എല്ലാവരും നേരത്തെ വരുമായിരുന്നു. ഇപ്പൊ വീണ്ടും നമ്മൾ പതിയെ പുറകോട്ടാകാൻ തുടങ്ങി. പാടില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം നൽകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇബാദത്തുകളെ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു ജോലിയുമില്ല എങ്കിൽ നേരത്തെ പള്ളി വരും. അതല്ല, എല്ലാ ജോലി ഉണ്ടെങ്കിലും നേരത്തെ ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് ഞാൻ പള്ളിയിൽ എത്തുമെന്ന് എല്ലാവരും ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. അതിലുപരി ഖുതുബ ഗൗരവമുള്ളതാണ്. ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കാരം പോലും പാടില്ല. ഖുതുബയ്ക്ക് വേണ്ടി ഇമാം മിമ്പറിൽ കയറിയാൽ ആ സമയത്ത് സുന്നത്ത് നമസ്കാരം പോലും പാടില്ല. നമസ്കരിക്കാതെ ഇവിടെ വന്ന് ഖുതുബ കേട്ടിരുന്നു കൊള്ളണം. അത്രയ്ക്കും ഗൗരവമാണ് ഖുതുബ. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പോലും പള്ളിയിലേക്ക് വരുന്നവരെ നോട്ട് ചെയ്യാനുണ്ട്. അവർ പോലും ഖുതുബ തുടങ്ങിയാൽ പള്ളിയിലേക്ക് വന്നിരിക്കും ഖുതുബ കേൾക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അടുത്ത ആഴ്ച മുതൽ ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലേക്ക് എത്തണം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ നേരത്തെ വന്നു പോകണമെന്ന് പേടിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ വർഹം വർദ അൻ അസ്ഹാബി റസൂലിക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുസൂസൻ മിൻ അവ്വലിഹിം ഇലാ ആഖിരിഹിം യാ അർഹമർ റഹീമീൻ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعزنا وأعز الإسلام والمسلمين اللهم انصرنا وانصر الإسلام والمسلمين عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.